തിരുവനന്തപുരത്ത് ഇ.ഡി. ഉദ്യോഗസ്ഥർക്ക് നേരെ CPM DYFI പ്രവർത്തകർ നടത്തിയ ആക്രമണങ്ങൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടുതൽ അപകടത്തിലാക്കുമെന്ന് നടനും BJP നേതാവുമായ ദേവൻ. പിണറായിയെ പാർട്ടിയിൽ ഒറ്റപ്പെടുത്താൻ വേണ്ടി സ്വന്തം പാർട്ടി തന്നെ ഒത്തുകളിച്ച് ഉണ്ടാക്കിയ നാടകമാണ് ബുധനാഴ്ചത്തെ ആക്രമണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലിയൊരു പ്രശ്നത്തിലൂടെ കടന്നുപോകുന്ന പിണറായി വിജയനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാർട്ടിയും DYFIയും ചേർന്ന് അക്രമ സംഭവങ്ങൾ ആസൂത്രണം ചെയ്തത്. സർവശക്തനായ പിണറായി വിജയനെ പോലൊരു നേതാവിനെ പാർട്ടിയിൽ നിന്ന് തന്നെ ഒട്ടേറെ എതിർപ്പുകൾ ഉയരുന്നത് ചരിത്രത്തിൽ ആദ്യമാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ആകരുതെന്ന് പോലും പാർട്ടിയിൽ ആവശ്യമുയരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബലഹീനത വർദ്ധിപ്പിക്കാൻ പാർട്ടി തന്നെ ഒരുക്കിയ കെണിയാണിതെന്ന് ദേവൻ പറഞ്ഞു. ഇതൊരു വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് CPM-നും DYFIക്കും ഉണ്ടാകാൻ പോകുന്നത്. എസ്പെഷ്യലി നമ്മുടെ മുൻ മുഖ്യമന്ത്രി വലിയൊരു ഇഷ്യൂലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കൂടുതൽ അപകടത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പാർട്ടിയും DYFIയും കൂടി ചേർന്ന് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, അവരുടെ പാർട്ടിയിൽ തന്നെ പിണറായി വിജയൻ സാറിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ കമ്മിറ്റികളിലും അത് വളരെ പ്രകടമായി നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ഒപ്പീനിയൻസ് തുറന്ന് പറയുന്നുണ്ട്. ഇതേവരെ നമ്മൾ കാണാത്ത ഒരു CPM-ന്റെ പ്രകടനങ്ങളാണ് നമ്മൾ കാണുന്നത്. അത് ഒരു ചീഫ് മിനിസ്റ്റർ, അത് പിണറായി വിജയനെ പോലെയുള്ള സർവശക്തനായ ഒരു മനുഷ്യനെതിരായിട്ട് അവരുടെ പാർട്ടിയിൽ തന്നെ ഒരുപാട് വിവിധ ഒപ്പോസിഷൻസ് ഉണ്ടാവുക. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ആവരുത് എന്ന് പറയുക. അപ്പോൾ ഒരു സർവശക്തനായ ഒരു മനുഷ്യനെ അങ്ങനെ, അപ്പൊ ആ ഒരു ശക്തനായ ഒരു മനുഷ്യന്റെ ബലഹീനത കുറച്ചും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് ഇത് CPM-ഉം DYFIയും ഒത്തു കളിച്ചിട്ട് പിണറായി വിജയന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു നാടകം തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. ഔദ്യോഗിക രേഖകൾ ക്രോസ് ചെക്ക് ചെയ്യാൻ മാത്രമാണ് ഉത്തരവാദിത്തമുള്ള കേന്ദ്ര ഏജൻസിയായ ED എത്തിയത്. അതിനെപ്പോലും അനുവദിക്കാതെ വലിയൊരു സംഘത്തെ അണിനിരത്തി ഉദ്യോഗസ്ഥരെ ശാരീരികമായി ആക്രമിച്ചത് ജനാധിപത്യ സമൂഹത്തിന് ചേർന്നതല്ലെന്ന് ദേവൻ ചൂണ്ടിക്കാട്ടി. വളരെ ഉത്തരവാദിത്തത്തോടെയും സ്വതന്ത്രമായും പ്രവർത്തിക്കുന്ന ED പോലുള്ള ഒരു ഓർഗനൈസേഷനെ തടഞ്ഞ് അവരെ ശാരീരികമായി ആക്രമിക്കുന്നത് കാണുമ്പോൾ മലയാളികൾക്ക് അപമാനമാണ് തോന്നുന്നത്. നമ്മുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് CPM-ന്റെയും DYFIയുടെയും പ്രവർത്തനം. ഈ അക്രമങ്ങൾ സാധാരണ ജനങ്ങളെ ബാധിക്കുന്നതിനേക്കാൾ ഏറെ ബാധിക്കാൻ പോകുന്നത് പിണറായി വിജയനെയാണെന്നും ദേവൻ പറഞ്ഞു.